ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ചക്കുളം ടെമ്പിളിലാണ്. അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്, എറണാകുളത്തുള്ള. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. ശരിക്കും ഒരു 1:55 ട്രെയിനായിരുന്നു. പക്ഷേ ട്രെയിൻ ഡിലേ ആണെന്ന് കാണിച്ചായിരുന്നു ഫോണിൽ മെസ്സേജ്. അതിനുശേഷം ട്രെയിൻ വന്നായിരുന്നു. ഒരു 2:15 ആയപ്പോഴേക്കും ട്രെയിൻ എത്തി. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. കുറച്ച് നേരമൊക്കെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് തിരുവല്ലയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, ചക്കുളം ടെമ്പിളിൽ പോകുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയ ശേഷം കുറച്ച് നടക്കാനുണ്ട്. നടന്നതിന് ശേഷം സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ പുറത്തോട്ട് പോകണമല്ലോ. പുറത്തോട്ട് പോയതിന് ശേഷം നമ്മൾ ഓട്ടോറിക്ഷക്കാണ് പോകേണ്ടത്. എനിക്കൊന്ന് 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് വേണം സ്റ്റാൻഡിൽ പോകണം. KSRTC സ്റ്റാൻഡിൽ പോകണം. സ്റ്റാൻഡിൽ പോയതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് വേറെ ബസ് കയറണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഓട്ടോറിക്ഷയ്ക്ക് പോകണം. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഒക്കെ കയറി. ഓട്ടോറിക്ഷയ്ക്ക് ഏകദേശം 50 രൂപയാണ് വാങ്ങിച്ചത് ചാർജ്. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കയറണം ടൈമിന് വിശക്കണമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആര്യാസിൽ കയറിയായിരുന്നു. അത് KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. നല്ല ദോശയായിരുന്നു. ഞങ്ങൾ ഗീ റോസ്റ്റാണ് പറഞ്ഞിരുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ KSRTC സ്റ്റാൻഡിലോട്ട് കയറി. അതിൻ്റെ അടുത്ത് തന്നെയാണ്. ആലപ്പുഴ ബസ്സാണ് നമുക്ക് കയറേണ്ടത്. അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ഫ്രീ ബസ് കിട്ടിയില്ല കേട്ടോ, ഇത് കാശ് കൊടുത്തിട്ടുള്ള ബസ്സായിരുന്നു. അപ്പം അങ്ങനെ കയറി. നമ്മൾ അമ്മൂനും കൂടെ ചാർജ് ചെയ്തായിരുന്നു കേട്ടോ. അഡൾട്ടിന് ടിക്കറ്റിൻ്റെ അത് കാണിക്കുന്നുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. അമ്മൂനും ബസ് ഏകദേശം നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് ഏകദേശം 20-25 മിനിറ്റ് ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അത്ര ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തി. ഞങ്ങൾ എത്തുന്നതും നട തുറക്കുന്നതും ഒരേ ടൈമിനായിരുന്നു. അതുവരെ നട തുറന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നടയൊക്കെ തുറന്നായിരുന്നു. കടകളൊക്കെ അടച്ചു കിടക്കണമായിരുന്നു. കുറച്ച് കടകളൊക്കെ ഓപ്പൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ വർക്കിംഗ് ടൈമിനാണ് പോയത്. ഒരു ചൊവ്വാഴ്ചയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചക്കുളത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്ന ടെമ്പിളാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ആചാരമാണ് നാരി പൂജ. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പാദങ്ങൾ കണ്ട് പൂജിക്കുന്ന നാരി പൂജ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. എട്ടു കൈകളോടുകൂടിയ വനദുർഗ സാങ്കല്പികമുള്ള ദേവിയെ ഭക്തർ സ്നേഹത്തോടെ വിളിക്കുന്നത് ചക്കുളത്തമ്മ എന്ന പേരിലാണ്. കാർത്തിക പൊങ്കാല വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ നടക്കുന്ന പൊങ്കാല സമർപ്പണം ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷമാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഈ ചടങ്ങിനായി എത്തിച്ചേരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും അമ്മയുടെ ദിവ്യൌഷധം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. ആ ഔഷധം കുടിച്ചാൽ നമുക്ക് മാറാത്ത അസുഖങ്ങൾ, രോഗങ്ങളെല്ലാം മാറുമെന്നാണ് പറയുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ ഇടത് സൈഡിൽ തന്നെ വലിയൊരു ഹനുമാൻ്റെ അമ്പലമുണ്ട്. പക്ഷെ അങ്ങോട്ട് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ദൂരെ നിന്നാണ് എടുത്തത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ കൃഷ്ണനെയും രാധനെയും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഊഞ്ഞാല അങ്ങനെ നമ്മൾ ആട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ഐശ്വര്യം അതൊക്കെ നമുക്ക് വരും എന്നാണ് പറയുന്നത്. പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. ഊഞ്ഞാല പതുക്കി ഇങ്ങനെ ആട്ടിക്കൊടുക്കുക എന്നൊക്കെ ഓരോരോ വിശ്വാസങ്ങൾ അവിടെ ഉള്ളതാണ്.
നമുക്ക് സന്താന ഭാഗ്യത്തിനും ആരോഗ്യത്തിനും കുടുംബ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമുക്ക് ഊഞ്ഞാല സമർപ്പിക്കാവുന്നതാണ് അമ്പലത്തിൽ. അതൊക്കെ ഒരു നല്ല വഴിപാടാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, പിന്നെ എല്ലാവരും കമൻറ്റ് ഇടണം. കമൻറ്റൊക്കെ എന്തായാലും ഇടണം. നിങ്ങൾ എത്ര പേര് ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചെറിയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.